ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു കെയർ താമസത്തിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ അവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. നമ്മുടെ തൊട്ടടുത്തൊരു വീട്ടിലെ കെയർ താമസമാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടു നോക്കിയാൽ അറിയാം. ആ കെയർ താമസത്തിന് കുറേച്ചേറെ വിശേഷങ്ങളും വീട്ടിലെ പണികളും ഒക്കെ ആയിട്ട് ഞാൻ വീഡിയോ കാണിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ദാണ്ട് ഇന്ന് രാവിലെ, തിങ്കളാഴ്ച രാവിലെ സുബഹിക്ക് ശേഷം അവിടെ പാല് കാച്ചുന്ന ഒരു പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സമയത്തുള്ള വീഡിയോ ആണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. എല്ലാവരും തന്നെയുണ്ട്, കുടുംബക്കാരും കൂട്ടരും അവരുടേതായ എല്ലാ ആളുകളും അവിടെ ഉണ്ട്. ഒപ്പം ഞാനും ഉണ്ട് കേട്ടോ. ഇവരുടെ അയൽവാസിയായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പാല് കാച്ചാൻ സമയമായപ്പോൾ ഞാൻ എത്തിയതാണ്. വെളുപ്പിന് 5:30 ഈ പാല് കാച്ച് നടക്കുന്നത് കേട്ടോ. ഇവിടെ പാല് കാച്ചുന്നത് ഈ വീട്ടിലെ അണ്ണച്ചിയുടെ മൂത്ത പെങ്ങളാണ് കേട്ടോ പാല് കാച്ചുന്നത്. അതാണ്ട് പാല് ഇവിടെ തിളച്ച് പൊങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണാൻ നല്ല ഭംഗിയല്ലേ, പാല് തിളച്ച് പൊങ്ങി വരുന്നത് കാണാനായിട്ട്. തൊട്ടടുത്ത് തന്നെ വീഡിയോ പിടിച്ച് ഞാൻ നിൽപ്പുണ്ട് കേട്ടോ. പറയാനായിട്ട് വിട്ടുപോയി, അടുക്കള നമ്മൾ ഇവിടെ പണിതിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ ഗ്യാസിൽ പാല് കാച്ചുന്നത്. ഇപ്പം പിന്നെ ട്രെൻഡല്ലേ പാല് കാച്ച് ഗ്യാസിലൊക്കെ കാച്ചിയെടുക്കുന്നത്. നേരത്തെ ആയിരുന്നു അടുക്കളയൊക്കെ വെച്ച് അടുപ്പ് വെച്ച് ആദ്യമായിട്ട് അടുപ്പൊക്കെ കത്തിച്ച് പാല് കാച്ചിയെടുക്കുന്നത്. ഇപ്പോൾ ഇതാണ് പുതിയ ട്രെൻഡായിട്ട് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ അടുക്കള പണിതില്ല കേട്ടോ. വർക്ക് ഏരിയ ആയിട്ട് ഇനി പണിയണം. പണിതാലും കെയർ താമസമൊക്കെ നടക്കുമ്പോൾ ഒരു പാല് കാച്ചൽ ചടങ്ങില്ലേ, അതിന് വേണ്ടിയിട്ട് പുതിയതായിട്ട് ഇപ്പം എല്ലാവരും തന്നെ, നമ്മളും വീട് കെയർ താമസം വെച്ചപ്പോൾ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ. ഗ്യാസ് സ്റ്റൗവിലാണ് പാല് കാച്ചിയത് എന്ന് മാത്രം. പിന്നീട് വർക്ക് ഏരിയ പണിയാമെന്നുള്ള ഒരിതിലാണ് പാല് കാച്ചി എടുക്കുന്നത്. പക്ഷെ പിന്നീട് നമുക്ക് പണിയൊന്നും അങ്ങനെ ആദ്യമായിട്ട് ഈ വീടിനകത്ത് കാച്ചിയ പാല് നമ്മൾ ഈ വന്നു നിന്ന് കൂടിയവർക്ക് എല്ലാവർക്കുമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ചടങ്ങ് കൂടിയുണ്ട്. ഈ പാല് കാച്ചി കാണാനായിട്ട് തന്നെ ഇവിടുത്തെ കുഞ്ഞു മോളാണ് നീലൂഫർ. അവൾ കുഞ്ഞുമക്കൾ ഒരുപാട് പേര് എഴുന്നേറ്റിട്ടുണ്ട്. ഇത് ഇവിടുത്തെ അണ്ണച്ചിയുടെ ഇളയ പെങ്ങളാണ് കേട്ടോ. ഇനി പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് ഉസ്താദുമാരൊക്കെ വരും. അതിനുവേണ്ടി മക്കളെല്ലാം കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ പാല് കാച്ചും പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങ് വീട്ടിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. രാവിലെ മക്കളെ സ്കൂളിൽ വിടണം. ഇന്നലെ തസ്നി വന്നപ്പോൾ എനിക്ക് അവിടെ വെച്ച ഫ്രൈഡ് റൈസ് കൊണ്ട് തന്നതാണ്. ചിക്കൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു. ഇന്നലെ വൈകിട്ട് മുകളിലൊക്കെ ആയിരുന്നുകൊണ്ട് അവിടുന്ന് കപ്പ ബിരിയാണി അങ്ങനെയൊക്കെ കഴിച്ചുകൊണ്ട് ഫ്രൈഡ് റൈസ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് താണ്ട് രാവിലെ ഒന്ന് ചൂടാക്കി 2-3 പപ്പടമൊക്കെ പൊരിച്ചെടുത്ത് രാവിലെ മക്കൾക്ക് സ്കൂളിൽ ഫ്രൈഡ് റൈസ് കഴിച്ചിട്ട് പോകാനായിട്ട് കൊടുത്തു വിട്ടു. ഇന്നും കാപ്പി ഉണ്ടാക്കാതെ അവരെ പറ്റിച്ചു എന്ന് തന്നെ പറയണം. അവരതൊക്കെ കഴിച്ചിട്ട് താണ്ട സ്കൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. വലൈക്കുമുസ്സലാം. കയർ താമസം ആയതുകൊണ്ട് ആളുകൾക്ക് കയറി വരാൻ എളുപ്പത്തിന് കാട് വെട്ടുന്ന മിഷൻ കൊണ്ടുവന്നിട്ട് കാട് വെട്ടി വൃത്തിയാക്കാനായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. കാട് വെട്ടി വൃത്തിയാക്കിയിട്ടേക്കുന്നത് കാണാനായിട്ട് തന്നെ. അങ്ങനെ മക്കളെയൊക്കെ സ്കൂളിൽ വിട്ട് വീട്ടിലെ ഏകദേശം പണികളൊക്കെ തൂത്തുവാരി വൃത്തിയാക്കി തുടച്ചൊക്കെ ഇട്ട ശേഷം കുളിയെല്ലാം കഴിഞ്ഞിട്ടാണ് ഇതാണ്ട് മുകളിലേക്ക് കയറിപ്പോയത് കേട്ടോ. ഞാൻ കയറിപ്പോകാൻ താമസിച്ചുള്ളൂ. കാക്കു നേരത്തെ തന്നെ ചെന്ന് താണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത് ഇറച്ചിക്കറിയൊക്കെ വെക്കാനായിട്ടുള്ള പാചകക്കാരുടെ കൂടി ഭയങ്കര ഇളക്കും പരിപാടിയൊക്കെയാണ്. ഇത് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ. വീട്ടിലൊരു കുപ്പച്ചിരട്ട പോലും എടുക്കാത്തൊരു മനുഷ്യനാണ് താണ്ട് ഇവിടെ വന്ന് ഇറച്ചിക്കറിയൊക്കെ വെക്കുന്നത്. വൈകിട്ട് 3 മണി മുതലായിരുന്നു കയറി താമസത്തിൻ്റെ പരിപാടി വെച്ചിരുന്നത്. അതിന് വേണ്ടിയിട്ട് പൊറോട്ടയും ബീഫ് കറിയാണ് കേട്ടോ. അങ്ങനെ ബീഫ് കറിക്കുള്ളതെല്ലാം അവിടെ സെറ്റാകുന്നുണ്ട്. അപ്പോൾ അതാണ്ട് ഇവിടെ പൊറോട്ടയുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ആ കുഴച്ചെടുത്ത മാവിനെ മയപ്പെടുത്തി എടുക്കുകയാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ആഹാരത്തിൽ ഒന്ന് തന്നെയാണല്ലേ ഈ പൊറോട്ട. പൊറോട്ടയ്ക്ക് എപ്പോഴും നല്ലൊരു കോമ്പിനേഷനാണ് ബീഫ് കറി. പണ്ടൊക്കെ പൊറോട്ട തിന്നുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, പൊറോട്ടയ്ക്കകത്ത് പാലൊഴിച്ച് പഞ്ചസാരയൊക്കെ ഇട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പതിയെ ബീഫ് കറിയിലേക്കൊക്കെ മാറിയപ്പം അതും സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. എങ്കിലും കുട്ടിക്കാലത്തെ ആ പാലും പൊറോട്ടയും പഞ്ചസാരയും ഓർമ്മയിൽ തന്നെ നിൽക്കുമ്പോൾ ഓർക്കുമ്പോൾ തന്നെ ഒരു കൊതി വരുന്നുണ്ട്. ഇപ്പോഴും ഞാനങ്ങനെ പൊറോട്ട കഴിക്കാറുണ്ട് കേട്ടോ. എനിക്കിഷ്ടമാണ് പാലും പഞ്ചസാരയൊക്കെ ചേർത്ത് പൊറോട്ട കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ വെക്കുന്ന ടേസ്റ്റ് അല്ലല്ലോ കല്യാണ വീട്ടിലും നമ്മുടെ കെയർ താമസ വീട്ടിലും അല്ലെ ഓരോ ഫംഗ്ഷൻ്റെയൊക്കെ പരിപാടി നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വൈകിട്ടത്തേക്കാണ് പൊറോട്ടയും ബീഫ് കറിയും. ഉച്ചക്കത്തേക്ക് ഇതാണ്ട് ഇവിടെ ബിരിയാണിയാണ് കേട്ടോ. നല്ല ഒന്നാന്തരം ബീഫ് ബിരിയാണി. കൂടെ സാലഡും ഒക്കെ ഉണ്ട്. സാലഡ് നാരങ്ങ അച്ചാറൊക്കെ ഉണ്ട്. പിള്ളേരൊക്കെ കഴിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കാനായിട്ട് വന്നത്.
നല്ല ചൂടുള്ള ബിരിയാണിയാണ് വിളമ്പി തരുന്നത്. അടിപൊളി ബിരിയാണിയും മാങ്ങ അച്ചാറും. സാധാരണ ബിരിയാണിക്ക് വരുന്നത് നാരങ്ങ അച്ചാറാണ് കോമ്പിനേഷൻ. എന്നാൽ ഇതാണ്ട് ഇവിടെ മാങ്ങ അച്ചാറായിരുന്നു കേട്ടോ. ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ഇത്രയും അടിപൊളിയാവുമെന്ന് വിചാരിച്ചില്ല. ഇനി എന്താണ് ബീഫ് മസാലയും നമുക്ക് സാലഡുണ്ട്. അടിപൊളി സാലഡാണ് കേട്ടോ, ഒന്നും പറയാനില്ല. ഈ ബിരിയാണി വെച്ചിരിക്കുന്നത് കോഴിക്കോട്ട് നിന്ന് വന്നൊരിക്കയാണ് കേട്ടോ. ഒന്നും പറയാനില്ലാണ്ട് അവരുടെ കോഴിക്കോടൻ ബിരിയാണി സൂപ്പറായിരുന്നു. ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞാൻ പിന്നെയും കാക്കുവിൻ്റെ അടുത്തേക്ക് ചെന്നു കേട്ടോ. അതുകൊണ്ട് കാക്കു ഇവിടെ ബീഫ് കറിയൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ട് പൊറോട്ട അടി തുടങ്ങി. നല്ല വീശി അടിച്ച ചോറുണ്ട് പൊറോട്ട. എത്ര എണ്ണം കല്ലിൽ നിന്ന് എടുത്ത് തിന്നെന്നറിയാമോ? ഒരു പൊറോട്ട എടുക്കും, ഞങ്ങളൊരു 2-3 പേര് കൂടി പിച്ചി പറിക്കും കഴിക്കും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യത്തോളം അങ്ങനെ കഴിച്ചു കേട്ടോ. അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടെ പിച്ചി പറിച്ചുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്ക് ടേസ്റ്റ് ഒന്ന് വേറെ ആയിട്ട് തോന്നുകയാണ്. നല്ല രസമല്ലേ വട്ടം കൂടി നിന്ന് ചൂട് പൊറോട്ട കല്ലിൽ നിന്ന് തരാമോ എന്ന് ചോദിച്ച് വാങ്ങിക്കുക, അതെല്ലാം ഇങ്ങനെ പിച്ചി പറിച്ച് തിന്നുക. വളരെയധികം സന്തോഷം തോന്നിയ ഒരു കാര്യം കൂടിയാട്ടോ. പിന്നെ പറയുകയാണെങ്കിൽ കുട്ടിക്കാലത്ത് എൻ്റെ കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാമായിട്ടാണ് ഈ പൊറോട്ട പിച്ചിപ്പറിച്ച് തിന്നതും. പൊറോട്ട അടിക്കാൻ പഠിക്കണമെന്ന് എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ കാക്ക് പൊറോട്ട അടിക്കാൻ നിന്നപ്പോൾ ഞാനും അടുത്ത് ചുമ്മാ വട്ടം കൂടി നിന്നൊന്ന് പരീക്ഷ നോക്കിയിട്ടുണ്ടായിരുന്നു. ലോക്ക്ഡൗൺ സമയത്തൊക്കെ ഞങ്ങളിങ്ങനെ പൊറോട്ടയുടെ മാവൊക്കെ മേടിച്ച്, അത്യാവശ്യം കാക്കുവിനറിയാം കേട്ടോ പൊറോട്ട അടിക്കാനൊക്കെ. കാക്കു അപ്പോൾ ചുട്ടെടുക്കുമായിരുന്നു, നല്ല രീതിയിലൊക്കെ പൊറോട്ട കിട്ടുമായിരുന്നു. ഒരു ദിവസം കാക്കുവില്ല, ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് കേട്ടോ. വിജയിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. വലിയ മയമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പൊറോട്ടയുടെ ഷേപ്പിലെത്തിയില്ല. അന്ന് തൊട്ട് എൻ്റെ വലിയൊരാഗ്രഹമാണ് എങ്ങനെയെങ്കിലും പൊറോട്ട അടിക്കാൻ പഠിക്കണമെന്നുള്ളത്. രണ്ടായി കാക്കു ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇവരുടെ അടുത്ത് വട്ടം കൂടി നിന്ന് 1-2 മാവൊക്കെ ഒന്ന് നശിപ്പിച്ച് കഴിഞ്ഞ് എന്നെ അവർ പറഞ്ഞു വിടുകയാണ് കേട്ടോ ചെയ്തത്. ഈ പൊറോട്ട അടിക്കാൻ വന്നേക്കുന്നവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ മേലാത്തവരല്ല കേട്ടോ, നമ്മുടെ ഈ നാട്ടിലുള്ളവർ തന്നെയാണ്. അപ്പം നമ്മുടെ എല്ലാ പരിപാടികൾക്കും ഇവരാണ് പൊറോട്ട അടിക്കാൻ എത്തുന്നതും. ബീഫ് കറിയൊക്കെ നല്ലതുപോലെ റെഡിയായ ശേഷമാണ് കേട്ടോ ഇവർ ഈ പൊറോട്ട അടിക്കാൻ തുടങ്ങിയത്. അവിടെ പൊറോട്ടയൊക്കെ അടിച്ചു തുടങ്ങി. അതുകൊണ്ട് ബീഫ് കറിയൊക്കെ ഇവിടെ നല്ല സെറ്റായിട്ടിരിക്കുന്നുണ്ട്. നല്ല എണ്ണ തെളിഞ്ഞ് സൂപ്പറായിട്ടാണ്. പച്ചയ്ക്ക് 2-3 പൊറോട്ട തിന്നത് കൊണ്ട് തന്നെ അത്ര കാര്യമാക്കില്ല കേട്ടോ. ഒരുപാട് താമസിച്ചാണ് ദാണ്ടെ കഴിക്കാനായിട്ടിരുന്നത്. വീട്ടിൽ നിന്ന് എൻ്റെ അമ്മച്ചിയും ആങ്ങളമാരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ദാണ്ടെ ഫസീനയുടെ കൂടെയാണ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നത്. സെല്ലുമൊക്കെ നേരത്തെ കഴിച്ചിട്ട് പോയി. ഞങ്ങൾ 2 കൂടെ ഉള്ളൂ വീട്ടിൽ നിന്ന് വന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ ദാണ്ടെ കഴിച്ചിട്ട് കുഞ്ഞുങ്ങളൊക്കെ താഴെയുണ്ട്, അവരുടെ അടുത്തേക്ക് ഇറങ്ങി പോകാനാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ബീഫ് കറിയുടെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. ഇതിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ പിന്നീട് പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഇന്നത്തെ മഴയെന്ന് പറഞ്ഞാൽ പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്കും മഴയായിരുന്നു ഇവിടെ. ഇത്രയും ദിവസവും തോർന്ന് നിന്നിട്ട് ഇന്നൊരു തുള്ളി തോരാതെ പെയ്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് തന്നെ കേരള താമസത്തിന് വരുന്നവർക്കൊക്കെ നല്ല ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു കേട്ടോ. തെന്നി വീണവരുണ്ട്, ഉരുണ്ട് വീണവരുണ്ട്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ. മഴ മാത്രമല്ല, അത്യാവശ്യം കാറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് അടുത്ത വാഴയും എടുത്ത് ബാത്റൂമിന് മണ്ടയിൽ കൂടെ മറിച്ചിട്ടുണ്ട്. എന്താണെങ്കിലും ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ഇതിൽ കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.